എല്ലാ ശ്രമവും തുടരണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് ആകെ നിർത്താൻ വേണ്ടി പോവുകയാണെന്നൊക്കെയുള്ള ചില ചർച്ചകളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിന് പുറകോട്ട് പോകുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അതേപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത്. നേവിയുടെയും ആർമിയുടെയും പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തവർ പറഞ്ഞിട്ടുള്ളത്. അല്ല, പുതിയ അവർക്ക് ഇപ്പോൾ ഓരോ മണിക്കൂറിലും ചില വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അത് ഇന്നും ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ കലക്ടറും മറ്റു ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അതെ, അല്ല, അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ആ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാതെ എന്തൊക്കെ ശ്രമിച്ച് നമുക്ക് രക്ഷാദൗത്യ ലക്ഷ്യത്തിലെത്തിക്കാനാവുമോ അതൊക്കെ ചെയ്യണം എന്ന കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് പൊതുവെ യോഗം അംഗീകരിക്കുകയാണ് ചെയ്തത്. കുടുംബവുമായി അങ്ങ് സംസാരിച്ചിരുന്നു? അതെ, ഇന്നലെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇന്നും കുടുംബാംഗങ്ങളെ സംസാരിച്ചതിന് ശേഷവും ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാ നിലയിലും എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അറിയിച്ചിട്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടു പോകും. കൂട്ടായ പരിശ്രമം അർജുനെ കണ്ടെത്താനായി തുടരും എന്നതാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. തെരച്ചിൽ തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം യോഗത്തിൽ മുന്നോട്ട് വെച്ചു. അത് അതേപടി അംഗീകരിക്കുകയായിരുന്നു എന്നത് മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് MLA സതീഷ് സൈലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജില്ലാ കളക്ടറും സൂചിപ്പിച്ചത് അതുപോലെ തന്നെയാണ്. അടിയൊഴുക്ക് അതിശക്തമായി തുടരുന്നതാണ്. ഇപ്പോൾ കിട്ടിയ സിഗ്നലുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരച്ചിലിന് തടസ്സമായി നിൽക്കുന്ന കാര്യം. ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ പുതിയ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. അത് നദിയിലെ മൺകൂനയ്ക്ക് തൊട്ട് സമീപത്ത് നിന്നാണ്. ലോറിയുടേതിന് സമാനമായ നിലയിലുള്ള സിഗ്നലാണ് ലഭിച്ചത്. പക്ഷേ പ്രഥമ പരിഗണന നൽകുന്നത് ആദ്യം സ്പോട്ട് ചെയ്ത ഇടങ്ങളിൽ തന്നെ ആയിരിക്കും. അവിടം കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ശക്തമായ അടിയൊഴുക്ക് തെരച്ചിലിന്, ഡൈവേഴ്സിന് ആ സ്ഥലത്ത് ആ സ്പോട്ടിൽ എത്തുന്നതിന് തിരിച്ചടിയാകുന്നുണ്ട്. അതിന് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുക, അതിനുവേണ്ടി കാത്തിരിക്കുക എന്നതാണ് ചെയ്യാൻ കഴിയുക. മനുഷ്യസാധ്യമല്ല ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത് എന്നതാണ് സൂചിപ്പിച്ചത്. ബൈജു അവിടെ നിന്നും വിവരങ്ങളുമായി, ഏറ്റവും പുതിയ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ചില ഏതെങ്കിലും ഘട്ടത്തിൽ തെരച്ചിൽ നിർത്തിവെക്കുമോ എന്ന ആശങ്കകളൊക്കെ നമുക്ക് നിലനിന്നിരുന്നു. പക്ഷെ അതൊക്കെ നീങ്ങിയിരിക്കുന്നു. കൂട്ടായ പ്രയത്നത്തിലൂടെ അർജുനെ കണ്ടെത്തും വരെ തെരച്ചിൽ തുടരാനുള്ള തീരുമാനം തന്നെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ? രേണുക, തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ് അക്കാര്യത്തിൽ. തിരച്ചിൽ തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിലുള്ള ആ സംശയം നീങ്ങിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ യോഗത്തിൽ ഏറ്റവും നിർണായകമായത്. ഏതായാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും SP-യും അതുപോലെ തന്നെ നാവികസേന മേധാവികളുമായിട്ടുള്ള ആ ചർച്ചയിലാണ് തിരച്ചിൽ വീണ്ടും തുടരാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, പുഴയിലുള്ള അടിയൊഴുക്ക് അത് വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഈ അടിയൊഴുക്ക് കുറയാതെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ക്യാബിന്റെ അടുത്തേക്ക് എത്താൻ അസാധ്യമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ആ സിഗ്നൽ കിട്ടിയെടുത്തും 5.5 നോട്ട് വേഗതയാണ് ഇത്തരത്തിൽ അടിയൊഴുക്കാനുള്ളത്. അവിടെയും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3.5 നോട്ടിലും ഉള്ള വേഗതയിലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ തയ്യാറാണെന്നാണ് നാവികസേന അറിയിച്ചത്. നമുക്കറിയാം 2 നോട്ടിലാണ് ഏറ്റവും കുറഞ്ഞത് ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ പറ്റുന്നത്. 3.5 വരെ ആകാം
അത്തരത്തിലൊരു റിസ്ക് എടുക്കാമെന്ന് നാവികസേന പറഞ്ഞു. അപ്പോഴും ഇപ്പോൾ 8 നോട്ടോളം വരുന്നു വേഗത വെള്ളത്തിന്റെ അടിയൊഴുക്കിന്. അത് മനുഷ്യ സാധ്യമല്ല. അത്തരത്തിലുള്ള ഇടത്തിൽ പോയി ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ക്യാബിന്റെ അടുത്ത് എത്തുക വളരെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് മറ്റ് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത്? പുതിയ യന്ത്രങ്ങൾ, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും, അതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് തിരച്ചിൽ ഇനി അധിക സമയം നീളാൻ സാധ്യതയില്ല. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ തിരച്ചിൽ അവസാനിക്കും. ഇനി പുതിയ അത്യാധുനിക സംവിധാനങ്ങൾ നാളെ എത്തിക്കുമെന്നാണ് കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഏതായാലും മന്ത്രി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തിരച്ചിൽ വീണ്ടും തുടരുമെന്നത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ കാത്തിരുന്നതും ഈ വാർത്താ സമ്മേളനമാണ്. തിരച്ചിൽ നിർത്തുമോ എന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്തായാലും ഈ മറ്റൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. കാരണം ഈ അടിയൊഴുക്ക് കുറയാതെ ഇത്തരത്തിൽ നമുക്ക് ഇതിലൊരു വിവരവും കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇനി അടുത്ത് എന്ത് എന്നുള്ള ഒരു കാര്യം അത് സംബന്ധിച്ച് നാവിയുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം തീരുമാനം ഉണ്ടാകുമെന്നാണ് മന്ത്രിയും അതുപോലെ തന്നെ കാർവാർ എസ്പിയും ഒപ്പം കലക്ടറും വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക, തീർച്ചയായും പ്രതീക്ഷകളാണ് ബാക്കി നിൽക്കുന്നത് ബൈജു. അപ്പോഴും ദൗത്യം ഇനിയും നീളും എന്ന സാഹചര്യം തന്നെയാണ്. ഇന്നത്തെ തെരച്ചിൽ ഇനി അധിക സമയം ഉണ്ടാകില്ല എന്ന് കൂടി ബൈജു സൂചിപ്പിക്കുന്നു. അപ്പോൾ നാളത്തെ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ 4 ഇടങ്ങളിൽ നിന്നുള്ള സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നിർണായകമായ മറ്റൊരു സിഗ്നൽ മൺകൂനയ്ക്ക് സമീപം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് പ്ലാൻ? ആദ്യം ലഭിച്ച സിഗ്നലുകൾ ലോറിയുടേതിന് സമാനം എന്നത് തന്നെ ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ഇന്ന് ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് 4ാമത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതും വളരെ ശക്തമായ സിഗ്നലാണ്, ലോറിയുടേതിന് സമാനമാണ് എന്ന് വരുന്നു. അപ്പോൾ പ്രഥമ പരിഗണന ഏത് ഭാഗത്തുള്ള തെരച്ചിലിന് എന്നതാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. രേണുക, ഇതെല്ലാം തൊട്ടടുത്തടുത്തായാണ് ഇത്തരത്തിൽ സിഗ്നലുകളെല്ലാം ലഭിച്ചത്. ഇന്ന് ലഭിച്ച സിഗ്നലും നിർണായകമാണ്. ഏതായാലും അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ തന്നെ അതിന്റെ ഒരു പക്ഷേ കൂടുതൽ ഭാഗങ്ങൾ വേർപെട്ട ഭാഗങ്ങളാകാം ഈ ഇന്ന് കണ്ടെത്തിയ സിഗ്നൽ എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഈ ക്യാബിനും ഈ ട്രക്കും തമ്മിൽ ബന്ധം വേർപെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. അഥവാ ഇത്തരത്തിൽ ക്യാബിൻ വേർപെട്ടാൽ അതൊരു പക്ഷേ പുഴയിൽ നിന്നും, ഇത്രയും വലിയൊരു ഒഴുക്കുള്ള പുഴയിൽ നിന്നും അത് കടലിലേക്കോ മറ്റോ പതിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ട്രക്ക് ഇതിൽ നിന്നും വേർപെട്ടിട്ടില്ല എന്ന ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിനൊപ്പം പുതിയ സിഗ്നൽ ലഭിച്ചെടുത്ത് 5.5 നോട്ടാണ് അടിയൊഴുക്കുള്ളത്. അത് കുറയാനുള്ളൊരു സാധ്യതയും ഇവർ കാണുന്നുണ്ട്. വരും സമയങ്ങളിൽ ഇപ്പോൾ മഴ കുറവാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ തോതിൽ മഴ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള മഴ. എന്നാൽ അത്രത്തോളം കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല. തുടർച്ചയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയുള്ള ഒരു കാലാവസ്ഥയില്ല. ഇത്തരത്തിൽ മഴ കുറയുന്ന ഒരു സാഹചര്യം വന്നാൽ അടിയൊഴുക്കും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളി ഈ അടിയൊഴുക്ക് തന്നെയാണ്. അത് കുറയാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല. കാരണം കലക്ക് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കാഴ്ച പ്രശ്നമുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കാണാൻ മുങ്ങൽ വിദഗ്ധന്മാർ എത്തിയാൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കാഴ്ച കാണാനുള്ള ഒരു അവസ്ഥയില്ല. വലിയ തോതിൽ കലക്ക് വെള്ളമാണ്. അതുകൊണ്ട് ഇനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സംബന്ധിച്ച് കൂടിയാലോചന ഉണ്ടാകും. നാളെ ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ ഉണ്ടാവും. പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഓരോ ദിവസവും പ്രതീക്ഷയുടെ ദിവസങ്ങൾ മാത്രം. നമുക്ക് വൈകുന്നേരമാകുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ നിരാശ മാത്രം. ഏതായാലും ഇന്ന് രാത്രി തിരച്ചിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമാണ്. ഇനി അങ്ങോട്ട് ഇന്ന് എന്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയതായി ഇന്ന് തിരച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ ഇന്ന് നിർത്തും. ഇനി നാളെ പുതിയ യന്ത്രങ്ങൾ വന്ന് അത് എത്ര മണിക്ക് എത്തും എന്നതിൽ ഒരു വ്യക്തതയില്ല. ഇത്തരത്തിൽ നീണ്ടു പോവുകയാണ് അർജുൻ രക്ഷാദൗത്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക. ഏതായാലും ഈ രക്ഷാദൗത്യം നീളുമെന്ന് തന്നെയാണ് ഇവിടെ നടന്ന വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. രേണുക, KV ബൈജു ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്.